तुमको पाया है तो जैसे खोया कहना चाहूं भी तो तुमसे क्या कहूं। तुमको पाया है तो जैसे खोया कहना चाहूं भी तो तुमसे क्या कहूं। किसी ज़बान में वो लफ्ज़ ही नहीं कि जिनमें तुम आके तुम्हें बता सकूं। कुछ भी तुमको पाया है तो जैसे खोया। ഇന്നിവിടെ ഈ സ്കൂളിൻ്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ സന്തോഷത്തിലാണ് എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഈ പൊതുപരിപാടി കഴിയുമ്പോൾ അവരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാനും അതേപോലെ തന്നെ ഇന്ന് സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കാണുവാനും എല്ലാവരും അത്യാകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വളരെയേറെ പ്രസംഗിച്ചൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇന്ന് നമ്മളുടെ വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തണ്ണക്കനെ സംബന്ധിച്ച്. ഇന്ന് അതുപോലെ തന്നെ വലിയ വിഷമത്തോടു കൂടി തന്നെയാണ് ഇന്ന് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായിട്ടുള്ള പ്രിൻസിപ്പൽ ടീച്ചറുടെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു കാര്യവും. ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ 2001 പ്രിൻസിപ്പൽ ടീച്ചർ ഇവിടെ വന്ന് ഇപ്പോൾ 25 വർഷം പൂർത്തീകരിക്കുമ്പോൾ വലിയ നഷ്ടമാണ് ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രിയപ്പെട്ട അധ്യാപകർ, ഇതിനു മുമ്പുള്ള റിട്ടയർമെൻറ്റ് ചെയ്തിട്ടുള്ള ജോയ്സൺ സാറും ജെയിംസ് സാറും പാത്തു ടീച്ചർ അടക്കമുള്ള ആളുകളൊക്കെ ഇവിടുന്ന് റിട്ടയർ ചെയ്ത് പോയപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ ടീച്ചറിൻ്റെ കാര്യത്തിലും എനിക്കുണ്ട്. ഞാൻ ഈ ഗേറ്റ് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള കുറച്ച് അധ്യാപകരുണ്ട്. നമുക്ക് വിശ്വസിച്ച് ഒരു കാര്യങ്ങൾ ഏൽപ്പിക്കുവാനും അത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു പ്രിൻസിപ്പൽ ടീച്ചർ എന്ന് പറയുന്നതിന് ഏറെ അഭിമാനമാണ്. എന്തായാലും ഈ ഫംഗ്ഷനിൽ നല്ല പ്രൗഢഗംഭീരമായ രീതിയിൽ ഒരു റിട്ടയർമെൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ ടീച്ചറിൻ്റെ കുടുംബവും മകളും മരുമകനും അതുപോലെ ഭർത്താവ് തോമസ് സാർ അടക്കമുള്ള
നമ്മളുടെ ബ്രദറടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ വരാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സെൽമിറ 2026 എൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ പടം ഫെബ്രുവരി ഇറങ്ങാൻ പോവുകയാണ്, ആശാൻ. അപ്പോൾ ഇതുവരെ എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നുകൊണ്ടിരുന്നത് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഈ പടത്തിനും നിങ്ങൾ കയറണം, കാണണം, അഭിപ്രായങ്ങൾ പറയണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം. പോയി കാണൂലേ തിയേറ്ററിൽ? ഫെബ്രുവരി ഉണ്ട്, ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം, നമ്മുടെ പടം ജയിപ്പിക്കണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇന്ന് ഈ സ്കൂളിൻ്റെ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്താൻ സാധിച്ചതിലും നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം എനിക്ക് തോന്നുന്നു 25 വർഷം ഈ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിട്ട് ഇവിടുന്ന് റിട്ടയർമെൻറ്റ് വാങ്ങി പോകുന്നതിൻ്റെ ഒരു സങ്കടം കണ്ടു. ടീച്ചറിൻ്റെ ആ പ്രസംഗം കേട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു വിഷമത്തിലാണെന്നറിയാം. എങ്കിലും ഞങ്ങളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഫെബ്രുവരിയിൽ ഇറങ്ങാൻ പോകുന്ന ആശാൻ എന്ന് പറയുന്ന സിനിമയുടെ അത് നിങ്ങളെ അറിയിക്കാനും നിങ്ങളെല്ലാവരും കാണണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കാർക്കും നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഈ സിനിമയിലുണ്ട്. ആശാൻ എന്ന് പറയുന്ന സിനിമ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് നമ്മുടെ ജോമോൻ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നു. ഇന്ദ്രൻ സേട്ടൻ ടൈറ്റിൽ റോൾ ആശാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നു. ഞാനും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രവുമായി എത്തുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ചിരിക്കാനും ചിന്തിക്കാനുമുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ പാട്ടുകൾ ഓൾറെഡി ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇട്ടിരുന്ന പാട്ട് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ഒരു റാപ്പ് സോങ് ഉണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഇത് എല്ലാവരും നിങ്ങളെല്ലാവരും ഫാമിലി അച്ഛനെയും അമ്മയും എല്ലാം കൂട്ടി തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അത്രയും പഴക്കമുണ്ട്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. അവിടുത്തെ വളരെ ഗൗരവമുള്ള ഒരു ചടങ്ങിനിടയ്ക്കാണ് ഞങ്ങളും വന്ന് കയറിയത്. ഇവിടുന്ന് റിട്ടയർഡാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസി സെബാസ്റ്റ്യൻ മാഡം, പ്രിയപ്പെട്ട ഷാനവാസുണ്ട്, മുക്താർ സാറ്, പ്രിൻസിപ്പള്, മാനേജർ, മറ്റ് അധ്യാപകർ, സാംസ്കാരിക രംഗത്ത് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ, എൻ്റെ ഇന്ദ്രൻ സാക്കിയൻ്റെ ഗുരുജനങ്ങൾ, കൂട്ടുകാർ എല്ലാവരും ഇരിക്കുന്ന ഒരു പ്രധാന ഒരുപാട് പ്രത്യേകതയുള്ള ഈ വേദിയിലേക്ക് വന്നത് അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യം അറിയിക്കാനാണ്. ഒരുപാട് കൊല്ലമായി ഈ സ്കൂളിൻ്റെ തന്നെ അത്രയും കാലമായി ഞാനും സിനിമയിൽ വന്നിട്ട് അത് എൻ്റെ സ്വപ്നമാണ്, ഉപജീവനമാണ്. ഒക്കെ കഴിഞ്ഞു പോകുന്നതിനിടയ്ക്ക് വളരെ കുറച്ച് പടം, ഹോം പോലെ കുറച്ച് പടങ്ങളെ എനിക്ക് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അല്ലെങ്കിൽ ഇനി ഒരു സിനിമയെക്കുറിച്ച് അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കണ്ടുപിടിക്കാനും പറയാനും അത്ര വിരലിലെണ്ണാവുന്ന സിനിമകളെ ഉണ്ടായിട്ടുള്ളൂ. അതിലെനിക്ക് ഇനി എനിക്കിനി മുന്നോട്ട് പ്രതീക്ഷ തരുന്ന മുന്നേറാനുള്ള ഒരു സിനിമയാണ് ആശാൻ. അതിൽ നമുക്ക് പറയാൻ വേറെ സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ജോമോനും ഷമ്മി തിലകൻ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒത്തിരി കൂട്ടുകാർ ഈ സിനിമയിലുണ്ട്.
ആ സിനിമ കണ്ടു കഴിയുമ്പോൾ അയ്യോ അവരെ കൂടെ ഉണ്ടായിരുന്നല്ലോ, പരിചയപ്പെട്ടില്ലല്ലോ എന്ന് തോന്നും. അത്രയും ശക്തമായ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന ഞങ്ങൾ കുറേ പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ 100-ൽ പരം ആർട്ടിസ്റ്റുകളുണ്ട് സിനിമ എന്ന് തന്നെ പറയാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഡയറക്ടർ വളരെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചത് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ്. ഞങ്ങളെ ചെയ്യിച്ചത് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ ആശാനും ജോൺ പോൾ ജോർജാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായ അന്നമുണ്ട്, പിന്നെ ഒരു പ്രൊഡ്യൂസർ സൂരജിയുണ്ട്, പിന്നെ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണത്, ഈ സിനിമ നിങ്ങളിൽ എത്തിക്കുക. അദ്ദേഹം മനോഹരമായിട്ട് അത് ചെയ്യാൻ അവർ ഒരുപാട് ചെലവ് ചെയ്തു. പക്ഷെ സിനിമ നിങ്ങളൊക്കെ കാണണം എങ്കിലേ ഞങ്ങളെപ്പോലുള്ള അത്രയും മസിലില്ലാത്ത ആർട്ടിസ്റ്റുകൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. കുഞ്ഞിക്കവൾ മേഘം പോലെ മനസ്സിൽ താലോലിക്കാൻ ഒത്തിരി പാട്ടുകൾ സിനിമയിലുണ്ട്. നിങ്ങൾക്ക് ആവോളം ചിരിക്കാനുണ്ട്. നിങ്ങളെ ഒന്ന് നുള്ളു തന്ന് നോവിക്കാനുള്ള വിഷയം പറയുന്നുണ്ട്. ജീവനുള്ള ഒരു സിനിമയാണ് ആശാൻ. നിങ്ങളൊക്കെ കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വളരെ വളരെ ഔദ്യോഗികമായ ഒരു വേദിയിലേക്ക് ഞങ്ങൾ വന്ന് അഭ്യർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളെല്ലാവരും പിന്തുണയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അനുഗ്രഹിച്ചാൽ. നമ്മുടെ സ്കൂളിൻ്റെ 62ാമത് വാർഷിക ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ 1964 സ്ഥാപനം ആരംഭിച്ച് 2000 ഹയർ സെക്കൻഡറി 2000-ലാകുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനം അതിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ഹയർ സെക്കൻഡറി അനുവദിച്ച് കിട്ടിയത്. ആ ഹയർ സെക്കൻഡറി അനുവദിച്ചതിന് ശേഷം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ കഴിവും പ്രാപ്തിയും മിടുക്കും കൊണ്ടാണ് നമ്മുടെ ഈ വിദ്യാലയത്തിന് ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അന്ന് നമ്മളുടെ ഈ ഹയർ സെക്കൻഡറിയിലേക്ക് കയറി വന്ന അധ്യാപകർ അവരതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അവരുടെ കഴിവും പ്രാപ്തിയും കൊണ്ട് നമ്മളുടെ ഈ വിദ്യാലയം ഇന്ന് ഇത്രയും മനോഹരമായി ഇത്രയും വലിയൊരു സ്ഥാപനമായി ഇന്ന് കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിൽ അറിയപ്പെടാൻ്റെ സാഹചര്യം അതാണ്. അതിന് അടിത്തറ പാകിയവരാണ് ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർ. ഈ ഇന്ന് പ്രിൻസി ടീച്ചർ നമ്മളിന്ന് ഇവിടുന്ന് വിട പറയുമ്പോൾ റിട്ടയർഡ് ആകുമ്പോൾ നമ്മളുടെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് കാലങ്ങളായി ഓരോ അധ്യാപകർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തിന് ഇത്രയും വലിയ ഒരു സ്ഥാപനമായി കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് ഈ അധ്യാപകരെല്ലാവരും. അവരുടെ ഈ റിട്ടയർമെൻറ്റ് വളരെ ഒരു വേദനാജനകമാണ് ഈ സ്ഥാപനത്തിന് നൽകുന്നത്. എന്തായിരുന്നാലും റിട്ടയർമെൻറ്റ് അനിവാര്യമായതിനാൽ അത് വിരമിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഭാവി ജീവിതം പാസുരമായി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നിങ്ങളും ഇതിവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുന്ന ഈ സുദിനത്തിൽ വീണ്ടും ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നിരുന്നാലും അതിനവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെ ഈ നിമിഷം ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ നമ്മളിൽ നിന്നും ഇന്ന് ഔപചാരികത വിരമിക്കുന്ന പ്രിൻസി ടീച്ചർ ഈ സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി പ്രവർത്തനങ്ങളിൽ വളരെ നെടുന്തൂണായി നിന്ന് പ്രവർത്തിച്ച അധ്യാപികയാണ്. അവരുടെ ഈ യാത്രയപ്പിൽ അവർക്ക് ഭാവി ജീവിതത്തിൽ എല്ലാവിധ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളുമായി ഇനിയും ബന്ധപ്പെടണം. അതുപോലെ ഇതിനു മുമ്പ് റിട്ടയർഡായ ഇവിടെ വന്നിരിക്കുന്ന അധ്യാപകരും എല്ലാവരും അതിനുശേഷവും നമ്മുടെ സ്കൂളുമായി ബന്ധം നിലനിർത്തുന്നു എന്നുള്ളത് തന്നെ ഈ സ്ഥാപനത്തോടുള്ള അവരുടെ കൂറ് വിളിച്ചറിയിക്കുന്നതാണ്. എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സന്തോഷകരമായ നിമിഷം തന്നതിനെ ഓർത്ത് ആദ്യമേ തന്നെ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ജന്മം തന്ന് എന്നെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയ എൻ്റെ മാതാപിതാക്കളെയും സ്നേഹസൗഹൃദങ്ങൾ നൽകിയ ബന്ധുമിത്രാദികളെയും ഇത്തരുണത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് അറിവ് നൽകിയ എൻ്റെ വന്യ ഗുരുജനങ്ങളെ ഏറെ നന്ദിയോടെ ഈ ആദരവോടും ഈ വേദിയിൽ സ്മരിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ സേവനകാലത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. വളരെ അഭിമാനത്തോടു കൂടിയേ ആ കാലഘട്ടം എനിക്ക് ഓർക്കുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ 25 വർഷത്തെ നീണ്ട സേവനത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുന്നത്. ഞാനിവിടെ ജോലിക്കെത്തുന്നത് 2001 ആദ്യമായി ആരംഭിച്ച ഹയർ സെക്കൻഡറി പടിപടിയായ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് തൊട്ടു മുമ്പേ ഇവിടെ ജോയിൻ ചെയ്ത സഹാധ്യാപകരോടൊപ്പം പങ്കാളിയാകുവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. പിന്നെ ഞങ്ങൾ ഒട്ടും പിറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ സ്കൂളിൻ്റെ ഉന്നതി മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ന് ഈ നാടിൻ്റെ സ്പന്ദനമായി മാറിയ ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിയിൽ ഭാഗഭാക്കാകുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ 25 വർഷത്തെയും ഇവിടെയുള്ള എൻ്റെ അധ്യാപന ജീവിതം വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി മാത്രമേ എനിക്ക് ഓർക്കുവാൻ കഴിയുകയുള്ളൂ. എവിടെ ചെന്നാലും ടീച്ചറെ എന്നൊരു വിളി എനിക്ക് എപ്പോഴും കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രയോ അഭിമാനമുള്ള നിമിഷങ്ങളാണ്. ഒരുപാട് വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുവാനും കലാകായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുവാനും സമൂഹത്തോടുള്ള അവരുടെ കടമയെ ഓർമ്മിപ്പിക്കുവാനും കിട്ടിയ അവസരങ്ങളെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ പഠിക്കുവാൻ പിന്നോക്കം നിന്ന മക്കളെ പ്രോത്സാഹനം കൊടുത്ത് സമൂഹത്തിൻ്റെ മുൻനിരയിലെത്തിക്കുവാനുള്ള അവസരം എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം സർവശക്തനായ ദൈവത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഓരോ വിദ്യാർത്ഥികളെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ പരാജയവും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സ്നേഹമയ്യായ വിദ്യാർത്ഥികൾ ആദരവോടെ അതൊക്കെ എന്നോട് ക്ഷമിച്ചിട്ടുമുണ്ട്. ചിലപ്പോഴൊക്കെ എൻ്റെ ശാസനകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കുട്ടികൾ സമൂഹത്തിൻ്റെ മുൻനിരയിലെത്തിയെന്ന് അറിയുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് ഞാൻ കിടക്കട്ടെ. 1993 MSc B.Ed ബിരുദം പൂർത്തിയാക്കിയ എനിക്ക് മാള കാർമൽ കോളേജിൽ ഗസ്റ്റ് ടീച്ചറായി പഠിപ്പിക്കുവാൻ ഒരു അവസരം ലഭിച്ചു. അതിനുശേഷം 2 വർഷത്തോളം ലക്ഷദ്വീപിൽ മിനിക്കോയ്, കൽപ്പേനി ദ്വീപുകളിലായി സീനിയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി സേവനം ചെയ്യുവാനും അവസരമുണ്ടായി. തുടർന്ന് ചന്ദ്രാപ്പിന്നി മാപ്പിള ഹൈസ്കൂളിൽ അധ്യാപികയായും സേവനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആലുവ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായി വർക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് വളരെ ആകസ്മികമായി ദൈവനിശ്ചയം പോലെ അന്ന് ജമാഅത്ത് സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ HM മിനി ടീച്ചറുടെ പിതാവുമായ മുസ്തഫ സാറിൽ നിന്ന് ഈ ഒരു സ്കൂളിനെ കുറിച്ച് ഞാൻ അറിയുകയും അങ്ങനെ 2001 ഓഗസ്റ്റ് മാസം 20 ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തണ്ടേക്കാടിൽ +2 മാത്തമാറ്റിക്സ് അധ്യാപികയായി ജോയിൻ ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെയാണ് ജോയ്സൺ സാർ, ഡോക്ടർ ഷാനവാസ് സാർ എന്നീ സഹാധ്യാപകരും ഇവിടെ എത്തിയത്. ഈ അവസരത്തിൽ മുസ്തഫ സാറിന് ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുവാനും ആകുലപ്പെടുവാനും നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കന്മാരും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരും കഴിഞ്ഞിട്ടേ മറ്റുള്ളവർ ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം. ഇന്നിൻ്റെ മാരക ഭവിഷ്യത്തായ മയക്കുമരുന്നിലും ലഹരിയിലും പെട്ട് ജീവിതം നശിപ്പിക്കാതെ ഉത്തമ പൗരന്മാരായി നിങ്ങൾ വളരണം. അതിനായി ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളെ ഓർക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുവാൻ എല്ലാവിധ സപ്പോർട്ടും തന്ന് എനിക്ക് പിന്തുണയായി നിന്ന എൻ്റെ പ്രിയപ്പെട്ട തോമസ് ഏട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതോടൊപ്പം എൻ്റെ സ്നേഹനിധിയായ മക്കളെയും ഞാൻ ഓർക്കുന്നു. ഇനി ഇങ്ങനെ ഒരു യാത്രയയപ്പ് ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഒരുക്കിയതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ടും ഈ സ്കൂളിൻ്റെ യശസ് വാനോളം ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
വാർഷിക പരിപാടി അതിഗംഭീരമായി നമ്മൾ കൊണ്ടാടുകയാണ്. ഏറ്റവും കളർഫുള്ളാക്കാൻ നമ്മുടെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് മറ്റ് ആസ്മി ആർട്ടിസ്റ്റൊക്കെ വന്നതോടുകൂടി നമ്മുടെ ഈ വാർഷിക പരിപാടി നല്ല കളർഫുള്ളായി മാറുകയാണ്. ഓരോ വാർഷിക പരിപാടികളും നമ്മൾ ഓരോ രീതിയിലും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ വാർഷിക പരിപാടികളും നമ്മളൊരു വ്യക്തിത്വ കണക്കെടുപ്പിൻ്റെ ദിവസം കൂടി ആയിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ മികവുകൾ, പോരായ്മകൾ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി നമ്മൾ അപ്പുറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം അതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പ്രതീക്ഷയ്ക്കൊപ്പം നമ്മൾക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സൂക്ഷ്മ പരിശോധന കൂടി ഈ ഓരോ വാർഷിക ആഘോഷങ്ങളിലും നിങ്ങൾ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസി ടീച്ചർ നമ്മൾക്ക് ഇന്ന് റിട്ടയർഡ് ആവുകയാണ്. ഈ ക്യാമ്പസിൻ്റെ അകത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുഞ്ചിരിയോടുകൂടി എന്നും നമ്മൾ പ്രിൻസി ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ഏതൊരു യാത്രയയപ്പും വേദനാജനകമാണ്. പ്രിൻസി ടീച്ചറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ, അദ്ദേഹത്തിന് കൂടി ഒരു അഭിനന്ദനങ്ങൾ ഞാൻ പറയുകയാണ്. ഈ ഒരു വേദിയിൽ അത് പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് രക്ഷകർത്താക്കൾ എന്നോട് പറഞ്ഞിരുന്നു ഒരു അഭിനന്ദനം. രാഷ്ട്രീയം മറന്ന് ഈ തവണത്തെ പഞ്ചായത്ത് ബ്ലോക്ക് തല തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികവാർന്ന വിജയത്തിലൂടെ ജയിച്ച നമ്മുടെ മുത്താറിന് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള ഒരു ഉന്നത കാൽവയ്പായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏറ്റവും പ്രൗഢഗംഭീരമായ, ഏറ്റവും സന്തോഷകരമായതും ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ ഒരു വേദന കൂടിയുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. ഒരു അക്കാഡമിക് ഇയർ അവസാനിക്കുന്നതിൻ്റെ ആനിവേഴ്സറിയാണ്. അതോടൊപ്പം തന്നെ നീണ്ട 25 വർഷം ഈ കലാലയത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ നിന്നും വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ അത് അടക്കം എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സമ്മിശ്രമായ ഒരു വികാരം അനുഭവപ്പെടുന്ന ഒരു ചടങ്ങാണിത്. എങ്കിലും ഏറ്റവും പ്രൗഢഗംഭീരമായി തന്നെ ഈ ചടങ്ങ് നടത്തുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം നമ്മുടെ സിനിമാ നടന്മാരായിട്ടുള്ള ഇന്ദ്രൻസും മറ്റു ടീമും വന്ന് നല്ലൊരു പരിപാടി നടത്തി. ഷാനവാസിൻ്റെ ഒരു കലാകാരൻ്റെ ഗാനമേള ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും വളരെ അഭിമാനകരമായ രീതിയിൽ ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൽ ഭാഗവാക്കായ മുഴുവൻ വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയും അധ്യാപകരെയും അനധ്യാപികരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നും ഇന്ന് പിരിഞ്ഞു പോകുന്ന ടീച്ചർക്ക് ഭാവി ജീവിതം ഏറ്റവും ഭാസുരമാകട്ടെ, ഇനിയും കൂടുതൽ കർമ്മനിരതരായി സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ, ഇത് ജീവിതത്തിൽ നിന്നുള്ള റിട്ടയർമെൻ്റ് അല്ല, തൻ്റെ ജീവിതം ആ കരിയർ വീണ്ടും ആരംഭിക്കാനുള്ള ഒരു അവസരമായി കണക്കാക്കിക്കൊണ്ട് തികച്ചും സന്തോഷത്തോടെ കൂടുതൽ ആർജവത്തോടു കൂടി ഈ സമൂഹത്തിൽ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ചുരുക്കം വാക്കുകൾ നിർത്തുന്നു. ഇന്ന് കുട്ടികളുടെ കലാപരിപാടികൾക്കും മറ്റുമായി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അവസരമാണ്. അതുപോലെ അവാർഡ് ദാനവും ഇതിന് ശേഷമുണ്ട്. അതുകൊണ്ട് കൂടുതലായി എനിക്ക് പറയണമെന്നുള്ള ഒരു ആഗ്രഹം ഇല്ല. എല്ലാവർക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. ആദ്യമായി സ്കൂളിൽ നിന്ന് റിട്ടയർമെൻറ്റ് ആയി പോകുന്ന ടീച്ചർക്ക്, പ്രിൻസി ടീച്ചർക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി, ഉദ്ഘാടന പരിപാടി അവസാനിച്ചത് അറിയിക്കുന്നു.